അങ്ങനെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് ഇതാ റിലീസാവാൻ പോവാണ്. ALP നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ വിളിക്കുന്ന RRBയുടെ എക്സാമാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതായത് ട്രെയിൻ ഓടിക്കുന്ന ജോബ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ALP ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ റിലീസായിട്ടുള്ളത്. 15/5/2026 ആപ്ലിക്കേഷൻ തുടങ്ങും. അതായത് മെയ് മാസം 15-ാം തീയതി അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ജൂൺ 14 വരെ സമയം കിട്ടും. അതിനു മുന്നേ നിങ്ങൾ റെയിൽവേയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷനും അതുപോലെ ആപ്ലിക്കേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും എത്തിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് പോസ്റ്റ് വരുന്നത്. 19,900 രൂപയാണ് ബേസിക് പേ സാലറി. ഇൻ ഹാൻഡ് 19,900 അല്ല, അത് ബേസിക് പേ ആണ്. അതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടും. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് പറയുന്നത്. 1/7/2026 നിങ്ങൾക്ക് 30 വയസ്സിന് താഴെയാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 11,127 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് പ്രകാരം വന്നിട്ടുള്ളത്. വേക്കൻസി കൂടും, അത് കൺഫേം ആണ്. അപ്പോൾ കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ റെയിൽവേ ജോബ് നോക്കുന്നവർക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസിൽ വന്നിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. റിലവൻറ്റ് ഫീൽഡിൽ IT ഡിപ്ലോമ സ്ട്രീമൊക്കെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ആദ്യം എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, പിന്നെ സെക്കൻഡ് സ്റ്റേജ് എക്സാം ഉണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ എക്സാമിന് 75 ക്വസ്റ്റ്യൻസ് 75 മാർക്കിനാണ്. 60 മിനിറ്റാണ് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത്. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആണ് സിലബസ് വരുന്നത്. 3 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ്, 1 മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോവും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2 ആണെങ്കിൽ പാർട്ട് A 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിനും പാർട്ട് B 75 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റിനാണ് പരീക്ഷ. 175 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ. 2 മണിക്കൂർ 30 മിനിറ്റിനാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രണ്ടാമത്തെ എക്സാം നടത്തുന്നത്. മാത്സ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പാർട്ട് എയിലും പിന്നെ ട്രേഡ് റിലേറ്റഡ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിലും ഉണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് 1/3 വരുന്നുണ്ട്. ഇതിനുശേഷം ഈ 2 എക്സാം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് വരുന്നത്. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. എന്നിട്ട് മെഡിക്കൽ എക്സാമും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ, നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.